എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കലെത്തി. യോനാ പുസ്തകത്തിലുള്ള വായനയാണ്. 2-ാം അധ്യായം 7-ാം തിരുവചനമാണ്. വചനം പറയുന്നത് ശ്രദ്ധിച്ചാലോ. കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെടുന്ന യോനായെ വിഴുങ്ങാൻ ദൈവം വലിയ ഒരു മത്സ്യത്തെ അയച്ചിരുന്നു. ആ മത്സ്യത്തിൻ്റെ വായിൽ യോന, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കലെത്തി. പശ്ചാത്തപിച്ച് വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയിരിക്കുന്ന യോനാ പ്രവാചകൻ്റെ രൂപം ആയിരിക്കണം ഈ നോമ്പുവേളയിൽ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കേണ്ടത്. യോനായുടെ നിലവിളിയോടുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. യഹോവയുടെ കൽപ്പന മുഖാന്തരം മത്സ്യം 3 ദിവസങ്ങൾക്ക് ശേഷം യോനായെ കരയിൽ ഛർദ്ദിച്ചു. 3 രാത്രി 3 പകലും കിടന്നു. യോന ദൈവത്തോട് ആ ദിവസങ്ങളിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. താൻ ചെയ്ത തെറ്റിൽ ദൈവകൽപ്പനയിൽ നിന്ന് മാറി ഓടിപ്പോയതിൽ അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചത്. 3 ദിവസം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോനായുടെ പ്രയാസങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. അതോടൊപ്പം ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിക്കാൻ അവൻ സ്വയം തീരുമാനിക്കുകയും ചെയ്തു. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനയും നിലവിളിയോടെ ദൈവസന്നിധിയിലെത്താൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.